ഹായ് ഫ്രണ്ട്സ്, ഇടുക്കി ബ്ലോഗ് എന്ന ചാനലിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇടുക്കി ജില്ലയിലെ അതിമനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ്. അതായത് നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ധാരാളം കാഴ്ചകളടങ്ങിയ ഒരു പ്രദേശം, ചതുരംഗപ്പാറ. ഇടുക്കിയിൽ സന്ദർശിക്കാൻ വരുന്ന ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. ഇവിടെ പല വെറൈറ്റീസ് കാര്യങ്ങളുണ്ട്. നമുക്കതിലേക്കൊന്ന് പോകാം. ഇടുക്കി ഉടുമ്പൻചോലയ്ക്ക് അടുത്താണിത്. ഏകദേശം ഉടുമ്പൻചോലയിൽ നിന്നൊരു 5 കിലോമീറ്റർ അകലെയാണ് ചതുരംഗപ്പാറയുള്ളത്. ഇത് ഏലത്തോട്ടത്തിൻ്റെ നടുവിൽ കൂടിയുള്ള ഒരു വരവാണ്. അത് നല്ല ഒരു കാഴ്ചകളാണ്. ഇത് ഒരു കാറ്റാടി യന്ത്രമാണ്. ചതുരംഗപ്പാറയുടെ ഒരു പ്രധാന കാഴ്ചകളിലൊന്നാണ് ഇത്. ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നില്ല, അത് അവർ ഓഫ് ചെയ്തിട്ടേക്കാണെന്ന് പറഞ്ഞു. കാറ്റ് ഇപ്പോൾ കുറവായിട്ടായിരിക്കും അതിൻ്റെ കാരണം. ഇനി ഇതിലെ മനോഹരമായ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. ആ കാണുന്നതാണ് ചതുരംഗപ്പാറ. അതൊരു വലിയ പാറക്കൂട്ടങ്ങളാണ്. അതിൻ്റെ ഇടത് സൈഡിലേക്ക് ഇപ്പുറത്തെ ആ പ്രദേശം കഴിഞ്ഞ പ്രാവശ്യം നീലക്കുറിഞ്ഞി പൂത്ത ഇടമാണ്, കള്ളിപ്പാറ. ഇത് തമിഴ്നാടും കേരളവും അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് വലത്തോട്ട് ഇങ്ങനെ വരുമ്പോൾ ദൂരെ താഴ്വാരത്ത് കാണുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രദേശം എല്ലാം കാറ്റാടിപ്പാടങ്ങളാണ്. നമുക്ക് ദൂരെ കാണാനായിട്ട് സാധിക്കും. അങ്ങ് അകലെ ഒരു മൂടലായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് വ്യക്തമല്ല. തേനി ഭാഗത്തിൻ്റെ ഒരു ദൂര കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളെല്ലാം വന്ന് പോയി കഴിഞ്ഞ സമയമാണ്. ഒരു 4 മണി 4:30 ആയി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പോകും. കാരണം ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലവും കൂടി ആണെന്ന് കേട്ടത്. അപ്പം ഞാനിപ്പം തന്നെ വന്നിട്ടുള്ളൂ. എന്നാലും സെക്യൂരിറ്റിയുടെ അനുവാദത്തോടു കൂടിയാണ് ഇങ്ങോട്ടൊക്കെ പോകുന്നത്. പോയി നോക്കാം. വഴി ഇല്ല, ഇച്ചിരി ഒരു നേരത്തെ ചാല് പോലെയാണ് കാണുന്നുള്ളൂ. എന്നാലൊന്ന് പോയി നോക്കാം. അങ്ങനെ മലയുടെ അറ്റത്ത് വന്നിട്ടുണ്ട്. നല്ല കാഴ്ചയാണ്. ഏതോ ഒരു പട്ടണമാണ് തമിഴ്നാട്ടിൽ അങ്ങ് ദൂരെ കാണുന്നത്. ഇടയ്ക്ക് കാറ്റാടി യന്ത്രങ്ങളും സ്ഥാപിച്ചേക്കുന്നത് കാണാം. പിന്നെ അത് ഇവിടെ വരുമ്പം ഈ മലമുകളിലെല്ലാം കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ആ കാണുന്ന, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൂരെ കാണുന്ന ആ മലയുടെ മുകളും ഒരു വ്യൂ പോയിൻ്റാണ്. അവിടെ നിന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ നല്ല കാഴ്ചകളുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങോട്ടും കൂടെ ഒന്ന് പോകാം. സെക്യൂരിറ്റിയുടെ ഒരു അനുവാദം കൂടെ വേണം. അവിടെ ഒരു ആനത്താരയാണെന്ന് അങ്ങോട്ട് പറയുന്നു പോകുന്ന വഴിക്ക്. നോക്കാം. ഇവിടെ നിന്നുള്ള കാഴ്ച അതിഗംഭീരമാണ്. നമുക്ക് മലനിരകളുടെ ഒരു പ്രളയം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇതാണ് ചതുരംഗപ്പാറയുടെ മറ്റൊരു വ്യൂ പോയിൻ്റ്.
കണ്ടാലൊരു വിദേശ രാജ്യത്ത് എത്തിയതുപോലെയൊക്കെ തോന്നും. ഒരാൾക്ക് ഒരേ സമയത്ത് തമിഴ്നാട്ടിലും കേരളത്തിലും നിൽക്കാൻ കഴിയുമോ? എന്നാൽ ഞാനിപ്പം നിൽക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലും കൂടിയാണ്. എൻ്റെ വലത്തെ കാല് ഇപ്പോൾ തമിഴ്നാട്ടിലും ഇടത്തെ കാല് കേരളത്തിലുമാണ്. ഇതാണ് ഇതിൻ്റെ അതിര്. അപ്പോൾ ഇതാണ് ചതുരംഗപ്പാറ കാഴ്ചകൾ. അപ്പോൾ ഇടുക്കിയിൽ വരുന്നവർക്ക് ഒരു വിരുന്ന് തന്നെയാണിത്. മനോഹരമായ കാഴ്ചകളാണ്. ഇപ്പോൾ ടൂറിസ്റ്റുകളൊന്നും ഇവിടെ ഇല്ല, ആളുകളുടെ ഒന്നും ബഹളമില്ല. അതുകൊണ്ടാണ് ഒരു ചെറിയ സൈലൻ്റ് മൂഡൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു ബഹളവും ഓളവും ഒക്കെയാണ് ഇവിടെ. നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സന്ദർശിച്ചിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും മനോഹരമായ വീഡിയോകളായിട്ട് വീണ്ടും വരാം. നന്ദി.